വളരെ മികച്ച ഫെസിലിറ്റീസോട് കൂടി സ്റ്റാഫ് സ്ട്രക്ചറോട് കൂടി നമ്മുടെ എയ്മർ ഹോസ്പിറ്റലിന്റെ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണ്. എയ്മർ എന്നുള്ളത് ഒരു 10 വർഷത്തിന് ശേഷമുള്ള ഏകദേശം 2030-35 ഒരു ആശുപത്രിയാണ് നമ്മൾ ഈ 2026 യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യവും സുരക്ഷിതവും ശാസ്ത്രീയവുമായിട്ടുള്ള ചികിത്സ ഉറപ്പുവരുത്തുന്നതിനോട് കൂടി തന്നെ നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ളതും അതുപോലെ തന്നെ ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളും നമ്മൾ മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എയ്മർ എന്നുള്ളതൊരു പുതിയ ലോകമാണ് ഞങ്ങളിവിടെ സൃഷ്ടിക്കുന്നത്. എയ്മർ ക്യാമ്പസിൽ വന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം രോഗികൾ എന്നുള്ളൊരു ഫീലിംഗ് ഇല്ലാതെ ഒരു വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വന്നു എന്നുള്ളൊരു ചിന്തയോട് കൂടി തന്നെ അവരെ സ്പെൻഡ് ചെയ്യിപ്പിക്കാനുള്ള ഒരുപാട് പരിപാടികളും ഒരുപാട് പ്രോഗ്രാമുകളും നമ്മൾ ഇതിലൂടെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് എത്രയും വലിയൊരു കോംപ്ലിക്കേറ്റഡ് രോഗങ്ങളാണെങ്കിൽ പോലും അത് ലാഘവത്തോടു കൂടി അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്ത് നമ്മൾ നല്ല സീരിയസ് ആയി തന്നെ അതിനെ ചികിത്സിച്ചുകൊണ്ട് അവരുടെ അസുഖം മാറ്റാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ എയ്മറിൽ ഒരുക്കിയിട്ടുണ്ട്. പേഷ്യൻ്റ് കെയർ പാഷനായി കാണുന്ന ഒരു മെഡിക്കൽ ടീമിനെയാണ് ഞാൻ ലീഡ് ചെയ്യുന്നത്. സമൂഹത്തിൻ്റെ ആരോഗ്യ നിലവാരം വളരെ മെച്ചപ്പെട്ടതാക്കി മാറ്റാൻ ഒരുപാട് ഹെൽത്ത് പ്രോഗ്രാമുകളുമായിട്ട് എയ്മർ ഇനിയും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സെൻസിറ്റീവ് ഇഷ്യൂസ് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ആശുപത്രി എങ്ങനെയാവണമെന്ന് പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ഒരു സങ്കല്പമാണ് നമ്മൾ എയ്മറിലൂടെ യാഥാർത്ഥ്യമാക്കുന്നത്. എയ്മർ എന്നുള്ളത് ഒരു നാടിൻ്റെ മുഴുവനും സ്വപ്നമാണ്. ആ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ സ്വപ്നവാതിലാണ് നമ്മൾ എയ്മറിലൂടെ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്നത്. ഏത് സമയവും നിങ്ങൾക്ക് നിങ്ങളുടെ വീട് പോലെ തന്നെ ഒരു കുടുംബാംഗത്തെ പോലെ കെയറിങ്ങോട് കൂടി എയ്മർ എന്നും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. എയ്മർ എന്നത് കേവലം ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നതിലുപരി ഹെൽത്ത് ഹബ് എന്നൊരാശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഭാവിയിൽ ആരോഗ്യ മേഖലയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ആശയമാണ് എയ്മർ ഹോസ്പിറ്റൽ മുന്നോട്ട് വയ്ക്കുന്നത്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റീഹാബിലിറ്റേഷൻ ഹോസ്പിറ്റലായി മാറുകയാണ് എയ്മർ. സ്വദേശികൾക്കും വിദേശികൾക്കുമായി അഡ്വാൻസ്ഡ് പ്രീ ആൻഡ് പോസ്റ്റ് നേറ്റൽ കെയർ ആണ് ഒരുക്കിയിരിക്കുന്നത്. തിക്കും തിരക്കും ഇല്ലാത്തൊരു പ്രകൃതി അന്തരീക്ഷം സൃഷ്ടിക്കാൻ എയ്മർ ഹോസ്പിറ്റലിന് സാധിക്കും. 3 ഫേസസ് ആയിട്ടാണ് നമ്മുടെ എയ്മർ ഹോസ്പിറ്റൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഫേസിൽ അഡ്വാൻസ്ഡ് പ്രീ ആൻഡ് പോസ്റ്റ് നേറ്റൽ കെയറും ജനറൽ ആയുർവേദിക് ട്രീറ്റ്മെന്റും ഫിസിയോതെറാപ്പിയും കൂടാതെ പ്ലേ സ്കൂൾ, ലൈബ്രറി, റെസ്റ്റോറൻറ്റ്സ്, സലൂൺ മുതലായ സൗകര്യങ്ങൾ. സെക്കൻഡ് ഫേസിൽ അലോപ്പതി സ്പെഷ്യലൈസ്ഡ് ഒപികളും എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഡെന്റൽ കെയർ, ജെറിയാട്രിക്സ്, മൈനർ ഒ ടി എന്നീ സർവീസുകളുമാണ് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ICUവിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന രോഗിയുടെ ആരോഗ്യസ്ഥിതി ഉറ്റവർക്ക് നേരിട്ട് കണ്ടറിയാൻ പറ്റുന്ന തരത്തിലുള്ള ട്രാൻസ്പെറൻറ്റ് വാളോട് കൂടിയാണ് ICU നിർമ്മിക്കുന്നത്. അതിനു പുറമെ അഡ്വാൻസ്ഡ് എമർജൻസി ആൻഡ് ട്രോമ കെയർ, മേജർ സർജറി യൂണിറ്റുകൾ തുടങ്ങി റോബോട്ടിക് സർജറി വരെ ലഭിക്കുന്ന ഹോസ്പിറ്റലായി എയ്മർ ഉയരും. വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഡ്രൈവേഴ്സിന് താമസിക്കുന്നതിനായി കോട്ടേജസും ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനായി EV സ്റ്റേഷനും എയ്മറിനുണ്ട്. കേരളത്തിനെ മാത്രം കേന്ദ്രീകരിച്ചല്ല മറ്റു സംസ്ഥാനങ്ങളിലെയും വിദേശ രാജ്യങ്ങളിലെയും രോഗികൾക്ക് ചികിത്സയും അവർക്കായി മെഡിക്കൽ ടൂറിസവും എയ്മർ ഒരുക്കുന്നു. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ഒരു കൂട്ടം ഡോക്ടർമാർ സംരംഭകരായിട്ടുള്ള ആശുപത്രി എന്ന പ്രത്യേകതയും എയ്മറിനുണ്ട്. ഇവിടെ വരുന്ന രോഗികൾക്ക് ഭക്ഷണത്തിനായി സ്വന്തമായ ഒരു കൃഷിയിടം എന്നത് എയ്മറിന്റെ മാത്രം പ്രത്യേകതയാണ്. മൾട്ടി സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾക്ക് വേണ്ടി എറണാകുളം ജില്ലയെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന തൃശ്ശൂരിലെ ജനങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ സൗകര്യമൊരുക്കാൻ എയ്മറിന് സാധിക്കും. എയ്മർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ആദ്യഘട്ടം ഓഗസ്റ്റ് 8 ഉച്ചയ്ക്ക് 2 മണിക്ക് കേരള സംസ്ഥാന ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി K. മുരളീധരൻ അവർകൾ നാടിന് സമർപ്പിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം.